ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും K4 കടികിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൊട്ടടുത്ത വീട്ടിലുള്ള രമണിയമ്മ 3 കരിമീനെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ആ കരിമീനെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്ക് കരിമീനെ പൊരിക്കാം എന്നുള്ളതാണ്. കരിമീൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന കാര്യം കേരള സംസ്ഥാന മത്സ്യമാണ് കരിമീൻ. 2010-11 കേരള സംസ്ഥാന സർക്കാർ കരിമീൻ വർഷമായി പ്രഖ്യാപിച്ചിരുന്നു. തെക്കേ ഇന്ത്യയിൽ നദികളിലും കായലുകളിലും കണ്ടുവരുന്ന ഒരു നാടൻ മത്സ്യമാണ് കരിമീൻ. ഇതൊന്നും കേട്ട് ആരും പേടിക്കൊന്നും വേണ്ട, ഒരവസരം കിട്ടിയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യം തന്നെ കരിമീനെയൊക്കെ നന്നാക്കി എടുക്കാം. അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞു, സൈഡിലുള്ള ചിറക് പോലത്തെ സാധനമൊക്കെ കളഞ്ഞെടുക്കണം. അത്യാവശ്യം നല്ലൊരു പാടുള്ള കാര്യമാണ് കരിമീനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. വാലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കരിമീനിൻ്റെ തലയുടെ അവിടുത്തെ കുറച്ച് ഭാഗം, ആ വായുടെയൊക്കെ വരുന്ന കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയും. അതുപോലെ അതിൻ്റെ വയറിലുള്ള കുറച്ച് കുടലും അഴുക്കുമൊക്കെ നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് കളഞ്ഞാണ് എടുക്കാറുള്ളത്. അങ്ങനെ നമ്മൾ കരിമീനകത്ത് വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം ഇനി നമ്മൾ കരിമീനിനെ ഒന്ന് കല്ലിലിട്ട് നന്നായി ഒന്ന് ഉരച്ചെടുക്കും. കാരണം അതിൽ അത്യാവശ്യം ചെതുമ്പലും ഒരു വഴുവഴുപ്പും ഒക്കെ കാണും. അതൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് നമ്മൾ 2-3 പ്രാവശ്യം അതൊന്ന് കഴുകി കല്ലിലിട്ട് ഉരച്ച് നല്ല വൃത്തിയാക്കി എടുക്കും. ഉപ്പും നാരങ്ങാനീരും ഒക്കെ ഇട്ടിട്ട് വേണം നമ്മൾ മീനെ ഇതുപോലെ കഴുകി എടുക്കാനായിട്ട്. അങ്ങനെ 3 കരിമീനെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറക്കാനായിട്ട് ആ മീനെ ഒന്ന് വരഞ്ഞെടുക്കാം. അമ്മ 3 മീനെ നന്നായി ഒന്ന് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ കരിമീൻ വറുക്കലിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം പച്ചക്കുരുമുളക് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ കരിമീൻ വറുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ കുറച്ച് പച്ചക്കുരുമുളകൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വലിയ മസാലകളൊന്നുമില്ലാതെയാണ് ഇന്ന് കരിമീൻ വറുക്കുന്നത്. ഇനി അതിലേക്ക് തൊലിയോട് കൂടിയ വെളുത്തുള്ളി ചേർക്കണം. നന്നായി കഴുകിയിട്ട് വേണം തൊലിയോടുള്ള വെളുത്തുള്ളി ചേർക്കാനായിട്ട്. അപ്പോൾ വെളുത്തുള്ളിയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായി വീണ്ടും ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കാര്യമായിട്ടോ പച്ചക്കുരുമുളക് ചേർത്തിട്ട് മീൻ വറുക്കുന്നത്, പ്രത്യേകിച്ച് നെയ്മത്തിയൊക്കെ ആണെങ്കിൽ. അങ്ങനെ നമ്മൾ ആ അരപ്പൊരു പാത്രത്തിലേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ 3 കരിമീനിലേക്കും അതൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് അതൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം മീൻ പൊരിക്കാനുള്ള പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കരിമീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി അതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണ വേസ്റ്റ് ആക്കണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ ഓരോ കരിമീൻ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കരിമീനിൻ്റെ ഒരു സൈഡ് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത വശം കൂടി നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ കരിമീനിൻ്റെ അടുത്ത വശവും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കരിമീനെ ആ പാനിൽ നിന്ന് എടുക്കാം. ഞങ്ങൾക്ക് ഒരുപാട് മീൻ മൊരിയുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ ആ ഒരു കണക്കിന് മൊരിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ അടിപൊളി കരിമീൻ ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഈ പച്ചക്കുരുമുളക് വെച്ചിട്ടുള്ള മീൻ ഫ്രൈ ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.